ഈ തെരഞ്ഞെടുപ്പ് എന്നെ ജയിപ്പിച്ചതിൽ UDF പ്രവർത്തകരോടൊപ്പം അതുപോലെ പണിയെടുത്ത ഇടതുപക്ഷക്കാരുണ്ട്, BJP-ക്കാരുണ്ട്. അവർ പരസ്യമായി പൊസിഷൻ എടുത്തു. ഫേസ്ബുക്ക് പോസ്റ്റ് പോലിട്ട ഇടതുപക്ഷക്കാരും BJP-ക്കാരും. ഈ കോഴിക്കോടിനെ പരിഗണിക്കുവാൻ നേതൃത്വം തയ്യാറാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. കാരണം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു നിർണായകമായത് കോഴിക്കോടായിരുന്നു. ജോസ് കെ മാണിക്ക് സീറ്റ് കൊടുത്തതിലല്ല എൻ്റെ അഭിപ്രായ വ്യത്യാസം. ആ സമയത്ത് ജോസ് കെ മാണിയെ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള അഭിപ്രായക്കാരനായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു ടൈമിംഗ് ഉണ്ടായിരുന്നു. ഈ വിജയം സത്യത്തിൽ ഇടതു മുന്നണി CPM വിശിഷ്യ BJP-ക്ക് സമ്മാനിച്ചതാണ്. ഇപ്പോഴും പിണറായി വിജയൻ അപ്പുറത്ത് ഒരു പേര് ചർച്ച ചെയ്യപ്പെടാൻ പറ്റാത്ത വിധം ആ പാർട്ടിക്കകത്തെ ജനാധിപത്യത്തെ കൊന്നില്ലേ? CPM അതായിരുന്നില്ലല്ലോ. ഈ നഗരത്തിൽ ഈ BJP-യും CPM-ഉം തമ്മിലുള്ള ഈ ഒരു നെക്സസ്, ഒരു പരസ്പരം ഇരട്ട സഹോദരന്മാരെ പോലെ ഇവിടെ പ്രവർത്തിച്ചതിൻ്റെ ഗുണം അപ്പോൾ കുറേ കൂടി ബെറ്റർ. നമസ്കാരം, എന്നോടൊപ്പമുള്ളത് അഡ്വക്കേറ്റ് K. ജയന്താണ്. അദ്ദേഹം AICC മെമ്പറാണ്. ഇതിനു മുമ്പ് സംഘടനാ ചുമതലയുണ്ടായിരുന്നു. ഇപ്പോൾ കോഴിക്കോട് നോർത്തിൽ നിന്നും വിജയിച്ച നിയുക്ത MLA കൂടെയാണ്. നമസ്കാരം. നമ്മളിപ്പം വിജയിച്ചൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. കോഴിക്കോടിനെ സംബന്ധിച്ച് ഇതൊരു ചരിത്ര നിമിഷമാണ്. മുൻപൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഗ്രൂപ്പുകൾക്ക് ഇടയിൽ നിന്ന് പലപ്പോഴും വീർപ്പുമുട്ടുന്ന കാഴ്ച കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 20 വർഷക്കാലം കോൺഗ്രസിനെ ജില്ലയിൽ ഒരു നേട്ടവും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. മുൻകാല പ്രൗഢികൾ പറഞ്ഞ കഥകൾ മാത്രമാണുള്ളത്. അവിടെ നിന്നാണ് ഇത്തരം ഒരു വിജയത്തിലേക്ക് എത്തിയിട്ടുള്ളത്. എങ്ങനെയാണ് ഈ നിമിഷത്തെ നോക്കിക്കാണുന്നത്? കഴിഞ്ഞ ഒരു 5 വർഷത്തെ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഈ നഗരത്തിനകത്തുള്ള, ഈ ജില്ലക്കകത്തുള്ള എല്ലാ നേതാക്കന്മാരുടെയും ഒരു കൂട്ടായ പരിശ്രമമാണ് സത്യത്തിൽ ഈ വലിയ വിജയത്തിലെത്തിച്ചത്. അപ്പോൾ നമ്മൾ ഒരു കൺസെൻസ് തുടക്കത്തിൽ തന്നെ, ഞാൻ DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ, MP രാഘവേട്ടൻ, അതുപോലെ തന്നെ സീനിയർ നേതാക്കന്മാരായ സുബ്രഹ്മണ്യൻ, KC അബു, നിയാസ് ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കന്മാരും ഞങ്ങൾ തുടക്കത്തിലൊരു ധാരണയിലെത്തിയിരുന്നു. നമ്മൾ പഴയ കഥകൾ പറയുന്നതിനപ്പുറത്ത് നാളുകളിലെ തലമുറക്ക് പറയുവാൻ ഒരു കോഴിക്കോട് ജില്ലയിലെ കോൺഗ്രസിൻ്റെ തിരിച്ചുവരവിൻ്റെ കഥ പറയാൻ നമുക്കൊരു കൂട്ടായ പരിശ്രമം വേണമെന്ന് പറയുകയും അത് അക്ഷരാർത്ഥത്തിൽ അത് നടപ്പാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അതൊരു സുപ്രഭാതം കൊണ്ട് അങ്ങനെ ഉണ്ടായതല്ല, മിറാക്കിളല്ല. അത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ എല്ലാ നിയോജകമണ്ഡലങ്ങളിലും ഞങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ടാകും. ജില്ലയിലെ പഞ്ചായത്തുകളാണെങ്കിൽ 70 പഞ്ചായത്തുള്ള ജില്ലയിൽ 44 ഞങ്ങൾ ജയിച്ചു. 2 ടോസിനാണ് നഷ്ടപ്പെട്ടത്. ജില്ലാ പഞ്ചായത്ത് ചരിത്രത്തിൽ ആദ്യമായി ജയിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ പറഞ്ഞിരുന്നു ഈ 13 മണ്ഡലങ്ങളും ഞങ്ങൾ പിടിക്കുന്നു. ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഈ ജില്ലയിലും അതുപോലെ തന്നെ സംസ്ഥാനത്തുടനീളവും സംഘടനാപരമായി നടന്നൊരു വർക്കുണ്ട്. ഞാൻ കുറേ കൂടി ജില്ലക്ക് പുറത്തേക്ക് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം അതിൻ്റെ തുടർച്ചയാണ് കോഴിക്കോട് ജില്ലയിൽ സംഭവിച്ചത്. സംസ്ഥാന തലത്തിൽ നടത്തിയ ഒരു പദ്ധതി ഏറ്റവും കൃത്യമായി നടത്തിയ ജില്ലയിൽ ഒന്നായതുകൊണ്ടാണ് കോഴിക്കോടിന് ആ ഒരു മികവുറ്റ ജയത്തിലേക്ക് എത്താൻ സാധിച്ചത്. എണ്ണയിട്ട യന്ത്രം പോലെ സത്യത്തിൽ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞ കാലമാണ്. അതോടൊപ്പം നിങ്ങൾക്കറിയാം, ഇപ്പം കുറേ ഗ്രൂപ്പുകൾ ചേർന്ന ഒരു കോൺഫെഡറേഷൻ ആയിരുന്നു കോൺഗ്രസ്. പാർട്ടി എന്നുള്ള ഒരു ഏകശിലയിലേക്ക് കോൺഗ്രസ് മാറി, വികാരത്തിലേക്ക് മാറി. K. സുധാകരൻ പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിൽ ഞാൻ ഉൾപ്പെടെയുള്ള ഒരു നിരയെ സംബന്ധിച്ചിടത്തോളം അന്ന് ഏറ്റവും അഭിമാനമായി ഞങ്ങൾക്ക് തോന്നിയത് K. സുധാകരനായിരുന്നു അന്ന് KPC പ്രസിഡന്റ്. അന്ന് VD സതീശനെ ആയിരുന്നു പ്രതിപക്ഷ നേതാവ്. അതുപോലെ ഉമ്മൻചാണ്ടി സാർ അന്ന് വളരെ പോസിറ്റീവായിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ടതാണ്. ശ്രീ രമേശ് ചെന്നിത്തല മുൻ പ്രതിപക്ഷ നേതാവും KPC പ്രസിഡന്റ്. ഇതിനൊക്കെ പ്രോത്സാഹനം നൽകിക്കൊണ്ട് AICCയുടെ അന്നത്തെ ജനറൽ സെക്രട്ടറി ശ്രീ രമേശ് ചെന്നിത്തല, അന്ന് കേരളത്തിൻ്റെ ചാർജ് വഹിക്കുന്ന ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ, ഇവരെല്ലാവരും കൂടി എടുത്ത ഒരു തീരുമാനമുണ്ട്. അത് ഒരു പോസിറ്റീവായി എല്ലാവരും എടുത്തതുകൊണ്ടാണ് ഇനി ഇങ്ങനെ പോയാൽ പ്രസ്ഥാനത്തിന് മുന്നോട്ടുള്ള യാത്ര അപകടകരമായിരിക്കുമെന്നുള്ള തിരിച്ചറിവിൽ കേരളത്തിലെ കോൺഗ്രസ് ഒന്നടങ്കെടുത്തൊരു തീരുമാനം. ഇനി ഒരു പരസ്യമായ ഗ്രൂപ്പ് ആക്ടിവിറ്റി വേണ്ട എന്നും അത് അക്ഷരാർത്ഥത്തിൽ താഴെ തട്ടിൽ വരെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിച്ചു. കോൺഗ്രസിനകത്ത് ഇന്ന് അഭിപ്രായങ്ങളുണ്ട്. അഭിപ്രായം ഇല്ലാതായ കോൺഗ്രസ് ജഡമാകും. കാരണം കോൺഗ്രസിൻ്റെ ചരിത്രം തന്നെ അതാണല്ലോ. സ്വാതന്ത്ര്യത്തിന് മുമ്പ് പോലും കോൺഗ്രസിനകത്ത് വളരെ കൃത്യമായി അത് അതിൻ്റെ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമായിട്ട് തന്നെ അതിനെ ഞാൻ കാണുന്നത്. പക്ഷേ ഈ കാര്യം നമുക്ക് നടപ്പാക്കാൻ സാധിക്കും. പിന്നെ ഇതിനൊക്കെ ഞങ്ങൾക്ക് പ്രോത്സാഹനം നൽകിക്കൊണ്ട് പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും ഉമ്മൻചാണ്ടി സാറും KC ഉൾപ്പെടെ ഒരു വല്ലാത്ത ഒരു സന്തോഷമുള്ള ഒരു അന്തരീക്ഷമായിരുന്നു ആ ഒരു കാലഘട്ടം എന്നുള്ളത്. അപ്പോൾ അത് റിസൾട്ട് ഉണ്ടായി. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് 10-26 ലക്ഷം വോട്ടിൻ്റെ വ്യത്യാസം, ലക്ഷക്കണക്കിന് വോട്ടിന് ജയിക്കും എന്നൊക്കെ നമ്മൾ ആലങ്കാരികമായി പറയുമായിരുന്നെങ്കിലും യാഥാർത്ഥ്യമായി ഈ തെരഞ്ഞെടുപ്പിൽ
കെ സുധാകരൻ എന്ന പ്രസിഡന്റിനോടൊപ്പം എനിക്ക് ഫംഗ്ഷൻ ചെയ്യുമ്പോൾ ഏറ്റവും സന്തോഷകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഏത് ഇന്നോവേറ്റീവായ ഐഡിയകൾക്കും ഫുൾ ഫ്രീഡമാണ്. നമ്മൾ ഒരാൾ പൂർണ്ണമായി നമുക്കൊക്കെ സ്വാതന്ത്ര്യം തരുമ്പോൾ നമ്മൾ അതിനകത്ത് മാക്സിമം 100% അതൊരു ലീഡർഷിപ്പിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എനിക്ക് തോന്നിയൊരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ ഒരു 5 വർഷം നീണ്ടു നിന്ന ഒരു വലിയ കേരളത്തിലെ അതോടൊപ്പം ഘടകകക്ഷികളായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗൊക്കെ കൈമെയ് മറന്ന് എല്ലാവരും UDF-വുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരും, അതോടൊപ്പം ഞാൻ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ തുടക്കം മുതൽ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലും അപ്പുറത്ത് ഞങ്ങൾക്കൊരു വലിയ ഘടകകക്ഷിയുണ്ട്. ഈ നാട്ടിലെ ജനം അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് കൂടി സംഭവിച്ചൊരു തെരഞ്ഞെടുപ്പായിരുന്നു. ജയന്തിനെ വ്യക്തിപരമായി നോക്കുന്ന സമയത്ത് തോന്നുന്നത് ഈ അച്ചടക്കമുള്ള പ്രവർത്തകൻ എന്നൊക്കെ പറയുന്ന സമയത്തും ഈ അച്ചടക്കത്തിൻ്റെ എല്ലാ പൊട്ടിച്ച് പലപ്പോഴും നിലപാട് പറയുകയും അതേസമയം തന്നെ സാധാരണ പ്രവർത്തകനായി നിന്നാൽ മതി, ഈ നിലപാട് പറയുന്നത് കൊണ്ട് എന്തെങ്കിലും നഷ്ടപ്പെടുകയാണെങ്കിൽ അങ്ങനെയൊക്കെ പോവട്ടെ എന്ന് പലപ്പോഴും ഘടകകക്ഷിക്ക് സീറ്റ് കൊടുക്കുന്ന സമയത്ത് പലപ്പോഴും ജയന്ത് സംഘടനയോട് വിയോജിപ്പൊക്കെ കൃത്യമായി തന്നെ പ്രകടിപ്പിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പം നടക്കുന്ന മുഖ്യമന്ത്രി ചർച്ചയിൽ ഉൾപ്പെടെ ഇങ്ങനെയും നല്ല ചർച്ചകൾ നടക്കേണ്ടത് എന്നുള്ള ആത്യന്തികമായി പലരും നിലപാട് പറയാൻ മടിക്കുകയും ഫോൺ എടുക്കാതെയൊക്കെ ഇരിക്കുകയും ചെയ്യുന്ന സമയത്ത് നിലപാട് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ വളർച്ചയ്ക്ക് ഇപ്പോഴും തടസ്സമായി എന്ന് തോന്നിയിട്ടുണ്ടോ? എന്നോട് ഒറ്റ വാക്കിൽ എന്തായിരിക്കണമെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം എനിക്കുള്ളൂ, എനിക്ക് കോൺഗ്രസ്സുകാരനാവണം. അതിൽ എൻ്റെ ജീവിതത്തിൽ വന്ന സ്ഥാനമാനങ്ങളൊന്നും എന്നെ ആകർഷിച്ചിട്ടില്ല എന്നുള്ള സത്യം. ഞാൻ ഒന്നിൻ്റെയും പുറകെ പോയിട്ടുമില്ല. ഞാനൊരു 10 വയസ്സ് തുടങ്ങിയതാണ്. എൻ്റെ ഓർമ്മയിലെ ആദ്യത്തെ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ളത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് വേളയിൽ എനിക്ക് 10 വയസ്സാണെന്ന് ഞങ്ങളുടെ നാട്ടിലുള്ള ഞാൻ അത്യാവശ്യം ചിത്രം വരയ്ക്കുമായിരുന്നു. എല്ലാവരും കൂടി ചേർന്ന് നമ്മുടെ സൈക്കിളിൻ്റെ റിമ്മുണ്ട്, ആ റിമ്മിന് മുകളിൽ അന്ന് ചാക്കടിച്ച് കെട്ടി വെള്ളമലിച്ച് ഇവർ ബ്രഷും ചായക്കൂട്ടുകളായി വന്നതാണ് എൻ്റെ ഓർമ്മയിലെ ഔദ്യോഗികമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനം. എന്നെക്കൊണ്ട് അവിടെ വെച്ച് അവിടെ ഇരുന്ന് പ്രോത്സാഹിപ്പിക്കുകയാണ്. ഞാൻ ഒരു തെരഞ്ഞെടുപ്പിൽ നമ്മൾ പുതിയ ആളുകളൊക്കെ നമ്മൾ പുതിയ തലമുറ രാഷ്ട്രീയത്തിലേക്ക് പോകുമ്പം എന്നെ സത്യത്തിൽ കൊണ്ടുവന്നത് ഇവരാണ്. അത് വരച്ചു, സാമാന്യം നന്നായി വരച്ചപ്പോൾ പിന്നെ മെല്ലെ ഇവരെന്നെ കൈപിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി. ഇപ്പം ഇത് എന്നെ ഇപ്പോൾ കേൾക്കുന്ന എൻ്റെ നാട്ടിലുള്ളവർക്കറിയാം, ഞാൻ ഒരു കല്ലായിപ്പാലം മുതൽ മാത്തോട്ടം വരെയുള്ള ഞങ്ങളുടെ ആ പ്രദേശത്ത് ഞാൻ കൈപ്പത്തി ഏണിയും വരയ്ക്കാത്ത ഒറ്റ ചുമരുണ്ടാവും. അപ്പോൾ നമ്മുടെ തുടക്കം അങ്ങനെയാണ്. പിന്നീട് ഞാൻ സ്കൂളിൽ ഒരുപക്ഷെ കോൺഗ്രസ് പ്രവർത്തനം കഴിഞ്ഞാൽ ഞാൻ KSU പ്രവർത്തനത്തിൻ്റെ ഭാഗമായത്. പിന്നെ ഈ നിലപാടുകൾ എന്തെന്ന് ചോദിച്ചാൽ ഞാനിപ്പോഴും പറഞ്ഞില്ലേ, എനിക്ക് ഒരു സ്ഥാനത്തെത്തുക അതൊന്നും എന്നെ ആകർഷിച്ച ഘടകങ്ങളേ അല്ല. ഇപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ KSUവിൻ്റെ ജില്ലാ നേതൃത്വത്തിലേക്ക് വന്നു, 2 തവണ സെനറ്റ് മെമ്പറായി. അപ്പോൾ അതിനിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ അച്ചടക്കത്തിൻ്റെ സീമകൾ ലംഘിക്കാതെ പ്രതിഷേധിക്കാൻ എന്താ മാർഗം? നമ്മളെ സ്ഥാനത്ത് നിന്ന് പറയാനുള്ളത് പറയാം. ഞാൻ എപ്പോഴും എൻ്റെ ഒരു സ്ഥിരം ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുക പരമാവധി ഞാൻ നിശബ്ദനായി നിൽക്കാനാണ് ശ്രമിക്കാറ്. പക്ഷേ പറയേണ്ടി വന്നാൽ അത് എത്ര അപ്രിയമായ കാര്യങ്ങളാണ് പറയും. ഞാൻ KSU നേതൃത്വത്തിൽ നിന്ന് മാറിയതാണ്. പക്ഷേ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അന്ന് ശ്രീ K മുരളീധരനായിരുന്നു അന്ന് ഈ ജില്ലയിലെ എല്ലാ സംസ്ഥാനത്തെ തന്നെ ഞങ്ങളുടെ MP ആയിരുന്നു. പുള്ളി തിരിച്ച് വീണ്ടും എന്നെ ഒരു 2-3 മാസം കൊണ്ട് മടക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഏറ്റവും അടുപ്പമുള്ള നേതാവ് യഥാർത്ഥത്തിൽ ശ്രീ K മുരളീധരനായിരുന്നു. അദ്ദേഹമാണ് എന്നെ വളർത്തി കൊണ്ടുവന്നത്. മുന്നിൽ ഒരുപാട് ഓപ്ഷൻ ഉണ്ടാവും. ഞങ്ങൾ താഴെത്തട്ടിൽ നിന്ന് വളർന്നു വരുമ്പോൾ ആരെ വേണമെങ്കിൽ പിക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ പിക്ക് ചെയ്ത് എന്നെ ഈ പദവിയിലേക്ക് കൊണ്ടുവന്നത്. പക്ഷേ അദ്ദേഹം പാർട്ടി വിട്ടു പോകുന്ന ഘട്ടത്തിൽ ഞാൻ വിട്ടു പോകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ തമ്മിൽ സംസാരിക്കും, ഞാൻ പാർട്ടി വിടാനുണ്ടാവില്ല എന്ന് സ്നേഹത്തോടെ പറഞ്ഞു പിരിയുകയും ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം പാർട്ടി വിട്ടുപോയി ഒരുപാട് ആളെ വിമർശിച്ചപ്പോഴും എനിക്കിതിലൊന്നും പറഞ്ഞിട്ടില്ല. കാരണം അത് എൻ്റെ സ്റ്റാൻഡിൻ്റെ ക്ലാരിറ്റി കൊണ്ടാണ്. അതും ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഒരു ഘട്ടത്തിൽ അതിൽ നിന്നും വിഡ്രോ ചെയ്തതാണ്. പിന്നീടാണ് ശ്രീ രമേശ് ചെന്നിത്തല വരുമ്പം KP സെക്രട്ടറി ആയി. പിന്നീട് VM സുധീരനോടൊപ്പം പിന്നെ MMSനോടൊപ്പം അതിനിടയിൽ കുറച്ചു കാലം ഞാൻ ഈ ജില്ലയിൽ DCC ഭാരവാഹി. ജില്ലയിൽ തന്നെ നോക്കുകയാണെങ്കിൽ വിജയിച്ച കോൺഗ്രസ് പ്രവർത്തകരിൽ മറ്റെല്ലാ തരത്തിലും സീനിയറാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ പലരും തമാശയ്ക്ക് പറയുമ്പോൾ ഐഫോൺ ഉള്ളത് കൊണ്ട് പലരുടെയും നിലപാട് പുറത്ത് കണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് കോമഡിയൊക്കെ വരുന്ന സമയത്താണ് ജയന്ത് കൃത്യമായിട്ട് ചില കാര്യങ്ങളിൽ വന്ന് നിലപാട് പറയുന്നത്. ഒരുപക്ഷെ മന്ത്രിസ്ഥാനത്തേക്ക് ഉൾപ്പെടെ പരിഗണിക്കാവുന്നതിൽ പ്രഥമഗണനീയൻ എന്ന് തന്നെ പറയാം. ഈ ഒരു സംഭവമൊക്കെ ഭീതി കൊണ്ടൊക്കെ പലരും വേണ്ട ഈ ഘട്ടത്തിൽ നമുക്ക് ഒരു മൗനം പാലിച്ചേക്കാം, അതില്ലാതെ അക്ഷരാർത്ഥത്തിൽ ജയന്ത് ചില സമയത്ത് തുറന്ന് പച്ച മനുഷ്യനായി പോവുകയാണ്. അല്ല, അങ്ങനെ ആവണം. ഇനി എനിക്ക് അങ്ങനെ ആവാതിരിക്കാൻ എനിക്കാവില്ല. അതിന് ഏത് സ്ഥാനമായാലും ആത്യന്തികമായി നമ്മളാവുമ്പോഴാണ് സാറ്റിസ്ഫൈഡ്. എനിക്ക് ഒന്നിനോടും എനിക്ക് എന്താ പറയുക, ഒരു വല്ലാത്ത ആസക്തിയോ അതല്ലെങ്കിൽ വിരക്തിയോ ഇല്ല. എനിക്ക് ആസക്തിയുണ്ട്.
ഏറ്റവും ഒടുവിലെ കോൺഗ്രസ്സുകാരനായി ഞാൻ ഉണ്ടാകും. അതെൻ്റെ ആസക്തിയാണ്. കാരണം അത് നമ്മളെ ബ്ലഡിൽ അലിഞ്ഞു ചേർന്നു പോയത് പ്രത്യയശാസ്ത്രം. ആരെയുടെയും കൂടെയുമല്ല, ആരെയും ചെറുതാക്കേണ്ടതില്ല. അതിനകത്ത് അതല്ല അതിൻ്റെ സത്യം. കോൺഗ്രസ് പാർട്ടി അതിനകത്ത് ഒരു പൊസിഷൻ ഉണ്ടായിരുന്നു പാർട്ടിക്ക്. എന്താണ്, ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട് കേരളത്തിനകത്തുള്ള നേതാക്കന്മാരോടും പുറത്തുള്ള നേതാക്കന്മാരോടും. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെക്കുറിച്ച് എല്ലാ തെരഞ്ഞെടുപ്പിലും നമ്മൾ കേൾക്കുന്ന കോൺഗ്രസ് ഒരിക്കലും പറയാറില്ല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഒരു പ്രോസസ്സ് ഉണ്ടാവും, ആ പ്രോസസ്സിനൊടുവിൽ ഒരാളുണ്ടാവും. അത് ക്ഷമയോടെ കാത്തു നിൽക്കുന്നതിന് പകരം ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ആഘോഷിക്കപ്പെടേണ്ട എത്ര വിജയികളുണ്ടായിരുന്നു. അതെ, എൻ്റെ സങ്കടം അതായിരുന്നു. സാധാരണക്കാരായ പ്രവർത്തകർ അവൻ്റെ ചോരയും നീരും വിയർപ്പും. കാരണം കോൺഗ്രസ് പാവപ്പെട്ട പ്രവർത്തകരുടെ പാർട്ടിയാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിക്ക് പോയി ആ പണി കഴിഞ്ഞ് വരുന്ന പെയ്ഡ് വർക്കേഴ്സ് ഞങ്ങൾക്കില്ല. പണത്തിൻ്റെ ഒഴുക്കായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. CPM ഉം BJPയും നമ്മളൊക്കെ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രവർത്തകർ ആ പ്രതിസന്ധികൾക്കിടയിൽ അവരുടെ അധ്വാനത്തിന് ഒരു പങ്ക് ചെലവഴിച്ചുകൊണ്ട് നടത്തിയൊരു തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഏറ്റവും വലിയ വിജയം നേടിയപ്പോൾ അതിനകത്ത് അടയാളപ്പെടുത്തേണ്ട ഒരുപാട് വിജയങ്ങളുണ്ടായി. കേരളം ചർച്ച ചെയ്യപ്പെടേണ്ടിയിരുന്ന കേരളത്തിൻ്റെ മതേതര ജനാധിപത്യ രാഷ്ട്രീയത്തെക്കുറിച്ച് ലോകത്തിന് മുഴുവൻ അടയാളപ്പെടുത്തേണ്ടിയിരുന്ന ഒരുപാട് വിജയങ്ങളെ ഇതില്ലാതാക്കുമ്പോൾ സാധാരണ പ്രവർത്തകനുണ്ടാകുന്ന വേദന എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് ആരെങ്കിലും നേതാക്കന്മാർ വിളിച്ചോ? ജയന്തയെ ഇപ്പം പറഞ്ഞത് അബദ്ധമാണ്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, അത് എന്നെ അറിയുന്നത് കൊണ്ട് തന്നെ വിളിക്കില്ല. ഇത്തരം കാര്യങ്ങളിൽ എന്നെ ആരെയും സ്വാധീനിക്കാനോ അതല്ലെങ്കിൽ ഞാൻ എൻ്റെ സ്റ്റാൻഡ്, ഞാൻ എൻ്റെ മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്നതിന് ഏതറ്റം വരെ പോകുന്നത്. അപ്പം ഞാൻ അന്ന് ആ രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ടുണ്ടായി പോയ സത്യത്തിൽ ജോസ് കെ മാണിക്ക് സീറ്റ് കൊടുത്തതിലല്ല എൻ്റെ അഭിപ്രായ വ്യത്യാസം. ആ സമയത്ത് ജോസ് കെ മാണിയെ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള അഭിപ്രായക്കാരനായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു ടൈമിംഗ് ഉണ്ടായിരുന്നു. ടൈമിംഗ് എന്താ, PJ കുര്യൻ രാജിവെച്ച ഒരു സീറ്റ്. അപ്പോൾ അതിനു മുമ്പ് UDF നിന്ന് വിട്ടുപോയി. നമ്മൾ ആ സമയത്ത് തന്നെ പല വാർത്തകളും കേട്ടു. NDAയുമായി ബന്ധപ്പെട്ട് ചേക്കേറാൻ പോകുന്നു. അത് കഴിഞ്ഞ് ഇടതുമുന്നണിയോടൊപ്പം ചർച്ച ചെയ്തു. VS അച്യുതാനന്ദൻ്റെ എതിർപ്പ് കൊണ്ട് സാധ്യമാകാതെ പോയി. അപ്പോൾ അത്തരത്തിൽ ഒരു UDFനോട് ട്രസ്റ്റഡായി നിന്ന് പോയ ആളുകളല്ല, വേറെ എന്തെങ്കിലും ഒരു ഐഡിയോളജിക്കലി പോയതല്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരാളെ കൊണ്ടുവരുന്നു, അത് തടസ്സമില്ല. പക്ഷെ കോൺഗ്രസ്സിന് രാജ്യസഭയിൽ സീറ്റ് ഇല്ലാത്തൊരു സമയത്ത് കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റ് കൊടുത്ത് പോകുന്നതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. ഞാൻ മാത്രമല്ല, VM സുധീരനും VT ബലറാമും IB ഈഡനും ഒരു തലമുറ മുഴുവൻ പറഞ്ഞിരുന്നു അതിൽ. പിന്നെ ഞാൻ പറഞ്ഞോട് തന്നെ നിന്നു. ഞാൻ ആ രാജിയിൽ അവിടെ നിന്നു, രാജി പിൻവലിച്ചില്ല. അപ്പോൾ രാജി പിൻവലിച്ചില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ പൊളിറ്റിക്സാണ് അവിടെ അവസാനിക്കുന്നത്. 30 വർഷത്തെ എൻ്റെ രാഷ്ട്രീയം അവിടെ റദ്ദ് ചെയ്യപ്പെടുക എന്നേക്കുമായി. കാരണം തുടർ ഗവൺമെൻറ് വരും, പിന്നെ നമുക്ക് അതിനകത്തൊന്നും റോളില്ലല്ലോ. ഞാനത് ആഗ്രഹിച്ചിട്ടുമില്ല. കാരണം ഞാൻ അത് കഴിഞ്ഞും തെരഞ്ഞെടുപ്പുകളിൽ എൻ്റെ നാട്ടിൽ ഇപ്പോൾ കഴിഞ്ഞ തവണ ലോക്കൽ ബോഡി ഇലക്ഷനിൽ നമ്മളെല്ലാം തോറ്റപ്പോഴും എൻ്റെ നാട്ടിലെ എല്ലാ സീറ്റും ഞങ്ങൾ ജയിച്ചിട്ടുണ്ട്. കാരണം നമ്മളെപ്പോലുള്ള ഒരാളവിടെ പൂർണ്ണമായി നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു മെച്ചം വരുമല്ലോ. അപ്പോൾ ഇത്തരം ഒരു ചിന്തയാണ് എന്നെ നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊന്നും എന്നെ എന്തല്ല. ഇപ്പോൾ ഈ കോഴിക്കോടത്തെ ഏറ്റവും ടഫസ്റ്റ് സീറ്റായിരുന്നു ഞാൻ മത്സരിച്ചത്. എനിക്ക് കുറേ കൂടി മെച്ചപ്പെട്ട സീറ്റിലേക്ക് മാറാമായിരുന്നു. ഈ എല്ലാ നേതാക്കന്മാരും കേട്ടോ, അത് ഞാൻ പറയാതിരുന്ന തെറ്റാണ്. ശ്രീ KC വേണുഗോപാൽ, ശ്രീ VD സതീശൻ, ശ്രീ രമേശ് ചെന്നിത്തല, ഇവരെല്ലാവരും എന്നോട് ഈ സീറ്റിൽ മത്സരിക്കുന്നതിൻ്റെ റിസ്കിനെ കുറിച്ച് ആവർത്തിച്ച് പറഞ്ഞതാണ്. അപ്പോൾ എനിക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു. ഞാൻ ജനിച്ചു വളർന്ന നഗരമല്ലേ, നഴ്സറി മുതൽ പഠിച്ച നമ്മളോടൊപ്പം കളിച്ച് വളർന്ന ആളുകൾ. ഞാൻ 10-12 കൊല്ലം ഈ നഗരത്തിലെ കോളേജിലാണ് പഠിച്ചത്. ആ സൗഹൃദങ്ങളെയൊന്നും ഞാൻ കൈവിട്ടിട്ടില്ല. അപ്പോൾ അതെനിക്ക് തുണയാവുന്നുള്ളൊരു ധൈര്യമായിരുന്നു. ഞാൻ റിസ്ക് എടുക്കാൻ തയ്യാറായത്. അപ്പോൾ അത് വിജയത്തിലെത്തി എന്നുള്ളൊരു സന്തോഷമുണ്ട് അതിനകത്ത്. നഗരത്തിൽ നോക്കുകയാണെങ്കിൽ BJPയുടെ ഒരു വളർച്ച കൂടെ കാണാതിരുന്നുകൂടാ. കോൺഗ്രസ് അത് തിരിച്ചറിയുന്നുണ്ടോ? പ്രത്യേകിച്ച് കോർപ്പറേഷനിൽ ഉൾപ്പെടെ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലും നോർത്ത് സൗത്ത് മണ്ഡലങ്ങളിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ വോട്ട് ക്യാൻവാസ് ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ട്. അത് ഈ വിജയം സത്യത്തിൽ ഇടതു മുന്നണി CPM വിശിഷ്യ BJPക്ക് സമ്മാനിച്ചതാണ്. കഴിഞ്ഞ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് നിങ്ങൾക്കറിയാം, BJPക്ക് 7 സീറ്റുള്ളത് 13 സീറ്റായി വർദ്ധിച്ചു. 18,600 വോട്ടാണ് CPMന് നഷ്ടപ്പെട്ടത്. സീറ്റ് BJPക്ക് ഇരട്ടിയായി. പക്ഷേ BJPക്ക് വർദ്ധിച്ച വോട്ടിൻ്റെ നമ്പർ നിങ്ങൾക്കറിയാം, വെറും 642 വോട്ടാണ്. 18,000-ഓളം വോട്ട് UDFന് വർദ്ധിച്ചു. BJPക്ക് വർദ്ധിച്ചത് വെറും 642 വോട്ടാണ്. അപ്പോൾ BJPക്ക് യഥാർത്ഥത്തിൽ ഈ നഗരത്തിൽ വളർച്ച ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഉണ്ടായിട്ടില്ലായിരുന്നു. സീറ്റിൻ്റെ എണ്ണം കൂടി. അപ്പോൾ അതൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. എങ്ങനെയാണ് സീറ്റ് ഡീലിമിറ്റേഷൻ നടത്തിയത് CPM ആണ്. CPM വളരെ കൃത്യമായി കോൺഗ്രസിന് അനുകൂലമായ UDFന് അനുകൂലമായ ഒരു വിജയം ഇവിടെ ഉണ്ടാവുമെന്ന് തിരിച്ചറിഞ്ഞ് ചെറിയ സീറ്റുകൾ, ഇപ്പോൾ BJP ജയിച്ച ചാലപ്പുറം സീറ്റ് ഒരു ഉദാഹരണമായി എടുക്കാം. ചാലപ്പുറം സീറ്റ് BJP 3-ാം സ്ഥാനത്തായിരുന്നു. ആ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് കിഴക്കും പടിഞ്ഞാറുള്ള 2 മേഖലയിൽ ആയിരുന്നു ആ സീറ്റ്. ഈ മേഖലയിലുള്ള പടിഞ്ഞാറ് ഭാഗത്തുള്ള 3,600-ഓളം
മുസ്ലിം മതവിശ്വാസികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു 100-ൽ താഴെ ഹിന്ദു വോട്ടർമാരുള്ള അത് ഇതിൽ നിന്ന് നീക്കം ചെയ്ത് ഇവിടെ ഒരു ചെറിയ ഡിവിഷൻ ഉണ്ടാക്കി കൊടുക്കുകയാണ്. 4000-4000-ൽ താഴെ വോട്ടുള്ള, എന്നിട്ട് ഈ 3600 വോട്ട് എങ്ങോട്ടാണ് ചേർക്കുന്നത്? നിലവിൽ 10,000-ഓളം വോട്ടുള്ള മുഖദാർ വാർഡിലേക്ക് ചേർക്കുക. അങ്ങനെയാണ് ഒരു സീറ്റ് BJP വയ്ക്കുന്നത്. ഇങ്ങനെ ഒരുപാട് സീറ്റുകൾ ഇങ്ങനെ വിഭജിച്ചാണ് ചെയ്തത്. അതുകൊണ്ടാണ് വോട്ട് വർദ്ധിക്കാതിരുന്നിട്ടും സീറ്റുകൾ. പക്ഷെ ഇതിനൊരു അപകടമുണ്ട്. ഇപ്പം നിങ്ങളെപ്പോലുള്ള പത്രക്കാർ, നമ്മളെപ്പോലുള്ള രാഷ്ട്രീയക്കാരാണ് ഈ വോട്ടിൻ്റെ എണ്ണവും അതിൻ്റെ കണക്കൊക്കെ എടുക്കുക. സാധാരണ മനുഷ്യരുടെ മുമ്പിൽ എന്താ? BJP നേരെ ഇരട്ടിയെ വർദ്ധിച്ചു. അതാണ് യഥാർത്ഥത്തിൽ ഈ അസംബ്ലി ഇലക്ഷനിൽ ഒരു അഭൂതപൂർവമായ ഒരു വോട്ട് ഷെയർ BJP കിട്ടാൻ കാരണം മനുഷ്യരുടെ മുന്നിൽ എന്താ തോന്നുന്നത്? നേരെ ഇരട്ടിയെ വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ CPM-ന് വലിയ രാഷ്ട്രീയമായ ഒരു അപകടകരമായ സാഹചര്യത്തിലേക്ക് CPM പോകും. അതിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന മനുഷ്യർ മഹാഭൂരിപക്ഷ സ്ഥലങ്ങളിലും കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ചെയ്തുവെങ്കിൽ ഈ നഗരത്തിൽ ഈ BJP-യും CPM-ഉം തമ്മിലുള്ള ഈ ഒരു നെക്സസ്, ഒരു പരസ്പരം ഇരട്ട സഹോദരന്മാരെ പോലെ ഇവിടെ പ്രവർത്തിച്ചതിൻ്റെ ഗുണം അപ്പോൾ കുറേ കൂടി ബെറ്റർ. കാരണം ഞങ്ങൾ BJP-ക്ക് കിട്ടുകയാണ്. കാരണം CPM പോലെ തന്നെയുള്ള ഒരു കാര്യമാണ് BJP എന്നുള്ളൊരു തോന്നൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടാവും. രണ്ടും ഏതാണ്ട് ഒന്നാന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ വോട്ട് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പം KC Abboyd ഞാൻ സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം വളരെ സന്തോഷത്തിലാണ്. കാര്യം അദ്ദേഹത്തിൻ്റെ ഒരു കാലഘട്ടം മുതൽ അദ്ദേഹം പറഞ്ഞു 20 വർഷങ്ങൾക്ക് ശേഷം ഈ യുവതലമുറ ഇപ്പം പത്രം എടുത്ത് നോക്കിയ സമയത്ത് സ്ഥാനാർത്ഥികളെ കാണുമ്പോൾ തന്നെ ഭാര്യ പറഞ്ഞു, എനിക്കിപ്പം മനസ്സിൽ ആഗ്രഹമൊക്കെ ഉണ്ടാവും മത്സരിച്ചാൽ കൊള്ളാമെന്നൊക്കെ. അപ്പോൾ നിങ്ങളുടെ സ്ഥാനാർത്ഥികളൊക്കെ കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് കറക്റ്റ് എന്നൊക്കെ പറഞ്ഞ് പുള്ളി നന്നായി സംസാരിച്ചു. ആ പുള്ളി പറഞ്ഞ കാര്യം 2 മന്ത്രിമാരെങ്കിലും കോഴിക്കോട് വേണമെന്നുള്ളതാണ്. അത് അവകാശമുണ്ട് എന്നുള്ള തരത്തിലാണ്. അതിലൊന്നും ഞാൻ അങ്ങനെ ഒരു അവകാശവാദങ്ങൾക്കൊന്നും കാര്യം 12 സീറ്റ് അത് ഞാൻ പറഞ്ഞല്ലോ. അത് ഈ കോഴിക്കോടിനെ പരിഗണിക്കുവാൻ നേതൃത്വം തയ്യാറാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. കാരണം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു നിർണായകമായത് കോഴിക്കോടായിരുന്നു. കാരണം തുടക്കം മുതലേ നിങ്ങൾക്കും അറിയായിരുന്നു കോഴിക്കോടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നിർണ്ണയിക്കാൻ. കാരണം ഞങ്ങളെ ബോധ്യം അത് ഞങ്ങൾ ഈ വോട്ടർമാർക്കിടയിലേക്ക്, ഞങ്ങളെ പാർട്ടി പ്രവർത്തകരുടെ ഇടയിലേക്ക് ആദ്യം ഞങ്ങൾക്കത് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നീട് പൊതുസമൂഹത്തിനൊരു ഉറപ്പുണ്ടായിരുന്നു കോഴിക്കോട് UDF പിടിച്ചെടുക്കും എന്നുള്ളത്. അപ്പോൾ അതിനൊരു നേതൃത്വം കാണാതെ പോകില്ല. പക്ഷേ കോൺഗ്രസിൽ നിന്ന് 2 മന്ത്രിമാരെ നമുക്ക് പ്രതീക്ഷിക്കാമോ? അങ്ങനെ ഞാനത് കോൺഗ്രസിൽ നിന്നോ UDF-ൽ നിന്നോ അങ്ങനെയൊന്നും പറയാൻ ഞാൻ ആളല്ല. കാരണം കോൺഗ്രസ് ഈ ഒരുപാട് ഘടകങ്ങളെ ഒരുമിച്ച് ചേർത്ത് പോകുന്നൊരു പാർട്ടി. ഞങ്ങൾ അതിനകത്ത് അങ്ങനെ ഒളിച്ചു വെക്കാറൊന്നുമില്ല. ഞങ്ങൾ എല്ലാവരും ഇൻക്ലൂസീവായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന. നിങ്ങൾ ഒറ്റക്കെട്ടാണ്, എന്നാലും DCC അധ്യക്ഷനുണ്ട്, നിങ്ങളുണ്ട്. എനിക്ക് അതിലൊക്കെ ആരായാലും സന്തോഷമുള്ള ആളാട്ടോ. ഞാൻ പറയാലോ, എനിക്ക് മുമ്പും പിൻപും വന്ന സകല ആളും മത്സരിച്ചിരുന്നു. ഞാനിപ്പോഴാണ് മത്സരിക്കുന്നത്. അപ്പോൾ അതൊന്നും ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ ആത്യന്തികമായി നമ്മൾ കാലം ഇങ്ങനെ ഒഴുകും. നമുക്ക് കുറേ അനുഭവങ്ങൾ, സന്തോഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഈ ഓർമ്മകളാണ്. ഇത് കുറേ കഴിഞ്ഞ് ഒരു 10 കൊല്ലം കഴിഞ്ഞ് ഞാനത് തിരിഞ്ഞു നോക്കുമ്പോൾ അതാണ്. അപ്പോൾ ഇതിന് ആ യാഥാർത്ഥ്യബോധത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇതൊന്നും ടെൻഷനില്ല. ഞാൻ വളരെ ഒരു ചെറിയ ജീവിതം ആഗ്രഹിക്കുന്ന, പക്ഷേ അതേസമയം ഞാൻ വളരെ സമ്പന്നനാണ് ഒരു അർത്ഥത്തിൽ. എനിക്ക് വലിയ ഒരു സൗഹൃദവലയുണ്ട്. ഞാൻ എവിടെ ചെന്നാലും ഈ തെരഞ്ഞെടുപ്പ് എന്നെ ജയിപ്പിച്ചതിൽ UDF പ്രവർത്തകരോടൊപ്പം അതുപോലെ പണിയെടുത്ത ഇടതുപക്ഷക്കാരുണ്ട്, BJP-ക്കാരുണ്ട്. അവർ പരസ്യമായി പൊസിഷൻ എടുത്തു. ഫേസ്ബുക്ക് പോസ്റ്റ് പോലിട്ട ഇടതുപക്ഷക്കാരും BJP-ക്കാരുണ്ട്. ലീഗിനാണെങ്കിലും വലിയ വിജയം ഉണ്ടായിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഒരു വനിതാ MLA ലീഗിൽ നിന്നുണ്ടാകുന്നത്. അത്തരമൊരു സാധ്യത പാറക്കലിനെ പോലെ ഒരു സീനിയർ ആൾ KM ഷാജി ഉണ്ട്. ഇപ്പോൾ കോഴിക്കോട് നിന്ന് മുസ്ലിം ലീഗിൽ നിന്ന് ആരൊക്കെ മന്ത്രിയാകുമെന്നുള്ള ചർച്ചകളൊക്കെ പുരോഗമിക്കുകയാണ്. ജില്ലയ്ക്ക് സത്യത്തിൽ അർഹതപ്പെട്ട ഒരു അംഗീകാരം കിട്ടിയിട്ടില്ലെങ്കിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്നാണെങ്കിലും കോൺഗ്രസിനെ ഇപ്പോൾ പിന്തുണച്ചിട്ടുള്ള, UDF-നെ പിന്തുണച്ചിട്ടുള്ള, പ്രത്യേകിച്ച് 12 പേര് ജയിച്ചിരിക്കുന്ന സമയത്ത് കോഴിക്കോട് അത് അർഹിക്കുന്നില്ല. കോഴിക്കോടിന് ഒരു പക്ഷേ അത് നിങ്ങൾ കാണുന്ന ഭരണപരമായ അർത്ഥത്തിൽ അതൊക്കെ പരിഗണിക്കപ്പെടുമെന്നുള്ളതിൻ്റെ വിശ്വാസമുണ്ട്. പക്ഷെ അതില്ല എന്നുള്ളത് കൊണ്ട് ചില സവിശേഷമായ സാഹചര്യത്തിൽ ചില സ്ഥലങ്ങളിൽ വേറെ കൂടുതൽ ആളുകളെ വെക്കേണ്ടി വരും. ഇതൊക്കെ സംഭവിക്കാവുന്നതാണ്. കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്ത് അങ്ങനെയുള്ള എല്ലാ കള്ളികളും നമ്മൾ കൃത്യമായി പൂരിപ്പിക്കുമ്പോൾ അതൊക്കെ എങ്ങനെയെന്നൊന്നും പറയാൻ എനിക്കിപ്പോൾ സാധ്യമല്ല. പക്ഷേ UDF നേതൃത്വത്തിൽ നിന്ന് പരിഗണിക്കാതിരിക്കാൻ സാധ്യത ഞാൻ കാണുന്നില്ല. സമസ്ത ഇന്നിപ്പോൾ വലിയ വിമർശനമാണ്. വലിയ അർത്ഥത്തിൽ പിന്തുണച്ചിട്ടുള്ള ആളുകൾ രൂക്ഷമായ ഭാഷയിലാണ് സമസ്തയുടെ വിമർശനമൊക്കെ വന്നിട്ടുള്ളത്. ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. പ്രത്യേകിച്ച് മലബാർ പോലുള്ള മേഖലകളിൽ സമസ്തയുടെ പിന്തുണയൊക്കെ തന്നെ UDF-നെ സംബന്ധിച്ച് നിർണായകമാണ്. UDF-ൻ്റെ പല ഘട്ടങ്ങളിലും എന്താണ് അങ്ങനെ തണലാകുന്ന ഒരു കേന്ദ്രങ്ങൾ കൂടെയാണ്. അവരെയൊക്കെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നത് അത് നമ്മളെ മലബാറിലെ സംബന്ധിച്ചും ഒരു ക്ഷീണം തന്നെയല്ലേ? സമസ്ത പറയുന്നതിൽ എന്താ തെറ്റ് അവർ പറഞ്ഞതിൽ? ആരും അങ്ങനെ പറയാമല്ലോ. ഒരു വലിയ വിജയം നമ്മൾ വന്നു,
പക്ഷെ അതിനകത്ത് ജനം പ്രതീക്ഷിക്കുന്ന ഒരു ജനം mandate ഉണ്ട്. പ്രതീക്ഷിക്കുന്ന മാൻഡേറ്റ് കിട്ടി. കോൺഗ്രസ് അതിൻ്റെ ഒരു നോർമൽ പ്രോസസ്സിൽ കാര്യങ്ങൾ ചെയ്യും എന്ന് നിൽക്കെയാണ് അപ്രതീക്ഷിതമായ കുറേ സംഭവ വികാസങ്ങൾ ഉണ്ടാവും. ആളുകൾക്ക് പരിചിതമല്ല. അത് ആളുകൾ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ നമ്മൾ കേട്ടുകേൾവിയില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നത് സ്വാഭാവികമായിട്ടും അതിൽ അസ്വസ്ഥരാവില്ലേ. ഹൈക്കമാൻഡ് അതിനകത്ത് കുറേ കൂടി എനിക്ക് സത്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രത്യയശാസ്ത്രത്തോടുള്ള എൻ്റെ ഒരു അഭിമാനം കുറേ കൂടി കൂടുകയാണ്. ഒരു വളരെ ട്രാൻസ്പെറൻ്റ് ആയ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുക. കുറേ കൂടി ആളുകളെ ഡിസ്കഷൻ്റെ ഭാഗമാക്കുകയാണ്. പരിണിതപ്രജ്ഞരായ ഒരു കാലഘട്ടങ്ങളിൽ ഈ കോൺഗ്രസിനെ നയിച്ച ആളുകളെ മുഴുവൻ സംസാരിക്കുകയാണ്. അതൊരു വേറെ ഇത് പാർട്ടിക്ക് സാധിക്കും. ഇപ്പോൾ CPM ആയിരുന്നെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ട് ഇത് കഴിഞ്ഞില്ലേ? ഇപ്പം പോലും കഴിയുന്നുണ്ടോ? ഞങ്ങൾ കുറേ പേരുകളില്ലേ ഇപ്പോഴും പിണറായി വിജയൻ അപ്പുറത്ത് ഒരു പേര് ചർച്ച ചെയ്യപ്പെടാൻ പറ്റാത്ത വിധം ആ പാർട്ടിക്കകത്തെ ജനാധിപത്യത്തെ കൊന്നില്ലേ? CPM അതായിരുന്നില്ലല്ലോ. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, നമ്മൾ ഗൗരിയമ്മയെ മുൻനിർത്തി നടത്തിയ തെരഞ്ഞെടുപ്പ് ഭരിച്ചിടും. സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന് 2 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് EK നായർ മത്സരിക്കാത്ത EK നായർ മുഖ്യമന്ത്രിയായത്. അപ്പോൾ ഇതൊക്കെ കേരളത്തിൽ സംഭവിക്കാത്ത കാര്യങ്ങളല്ലേ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അത് കേരളത്തിൽ. അപ്പോൾ ഇതൊക്കെ ജനാധിപത്യത്തിൽ സർവ്വസാധാരണമാണ്. ഇപ്പോൾ ലീഡർഷിപ്പ് അതിനകത്ത് വളരെ ഉചിതമായി തീരുമാനമെടുക്കാനുള്ള ശേഷിയുള്ള ആളുകൾ. അപ്പോൾ സോണിയാഗാന്ധി പ്രധാനമന്ത്രി പദം വേണ്ടാന്ന് പറഞ്ഞ ആളാണ്. രാഹുൽ ഗാന്ധിക്ക് വേണമെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി 2004-ലും 2014 എപ്പോഴെങ്കിലും ഒരു പ്രധാനമന്ത്രിക്കായിരുന്നു. അപ്പോൾ ത്യജിക്കാൻ മനസ്സുള്ള ഈ സ്ഥാനങ്ങൾക്കൊക്കെ അപ്പുറത്ത് ഐഡിയോളജിയാണ് പ്രാധാന്യമെന്ന് ചിന്തിക്കുന്ന ഒരു നേതൃത്വമാണ് ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത്. അവർ ഏത് തീരുമാനമെടുത്താലും ഒരു സ്വിച്ച് ഇട്ട പോലെ ഇതൊക്കെ അവസാനിക്കും. ആരോടാണ് ഈ ഘട്ടത്തിൽ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു കോഴിക്കോട് ജില്ലയിൽ നിങ്ങളുടെ ഒരു കൂട്ടായ്മ അത് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പ്രവീൺ കുമാർ ആണെങ്കിലും നിയാസ് ആണെങ്കിലും നിങ്ങളാണെങ്കിലും ഒക്കെ ജില്ലാ നേതൃത്വത്തിൽ സുബ്രഹ്മണ്യ കേസ് എല്ലാവരും ഈ പ്രായവും എന്താ പറയുക പണ്ട് പറഞ്ഞ പോലെ ചാട്ടമറിയുന്ന ആളുകളും ഈ പരിണതപ്രജ്ഞരായിട്ടുള്ള അനുഭവ സമ്പത്തുള്ള ആളുകളും ചേർന്ന ഒരു മനോഹരമായ കൂട്ടായ്മ. ആരോടാണ് ഈ അർത്ഥത്തിൽ ജയന്തിന് വ്യക്തിപരമായി കോൺഗ്രസിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നന്ദി പറയാറുള്ളത്? എനിക്ക് ഈ പാർട്ടിയിലെ പാവപ്പെട്ട പ്രവർത്തകരോടാണ്. മറ്റേതൊക്കെ ഞങ്ങളൊക്കെ നേതൃത്വത്തിൻ്റെ ഭാഗമല്ലേ. അവർ നടത്തിയൊരു ഫൈറ്റ് ഉണ്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായി. പാവങ്ങൾ ഞങ്ങൾ ഒരു 10 പൈസ പോലും ഈ പ്രവർത്തനത്തിന് ഇവർക്കാർക്കും നൽകുന്നില്ല. അവരാകെ ആഗ്രഹിക്കുന്നത് എന്താ അറിയോ? അവരുടെ വീട്ടിലൊരു സന്തോഷം ഉണ്ടെങ്കിൽ അതൊരു സങ്കടം ഉണ്ടെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും ഒന്ന് വരണം. ഇതിലപ്പുറത്തൊന്നും ആഗ്രഹിക്കുന്നില്ല. അവർക്കൊരു ബൂത്ത് പ്രസിഡന്റ് പോലും ആവാൻ ആഗ്രഹിക്കാത്ത ലക്ഷക്കണക്കിന് പ്രവർത്തകരുണ്ട് ഈ ജില്ലയിൽ. അവർ നടത്തിയ ഒരു വലിയ പോരാട്ടത്തിൻ്റെ റിസൾട്ടാണ് ഈ തെരഞ്ഞെടുപ്പ്. ഇപ്പോഴും ഞാൻ പല സ്ഥലത്ത് പോകുമ്പോഴും എനിക്ക് അഭിമാനം തോന്നുന്ന കുറേ കാര്യം എന്താ അറിയോ? ഇവിടെ ഉള്ളവരും ഇപ്പം ഞാൻ നോർത്തിലും സൗത്തിലും ബേപ്പൂരും ഒക്കെ ഞാൻ നിരന്തരം പോകുന്ന നമുക്ക് ആ ബേപ്പൂർ പിടിക്കാൻ പറ്റിയില്ലല്ലോ, അടുത്ത തവണ അത് പിടിക്കണം. അതൊരു സ്പിരിറ്റാണ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തത്. പണ്ടായിരുന്നെങ്കിലോ ആ നഷ്ടപ്പെട്ട ഒന്നുകൂടി പിടിക്കണമെന്നുള്ള ഒരു പുതിയ രാഷ്ട്രീയം ഈ സംസ്ഥാനത്തും ജില്ലയിലും ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അഭിമാനം. അപ്പോൾ ആ മൂഡിലേക്ക് ഈ ജില്ലയിലെയും സംസ്ഥാനത്തെ പ്രവർത്തകർ എത്തുന്നതിൽ ഒരു എളിയ കണ്ണിയായി നിൽക്കാൻ സാധിച്ചു എന്നുള്ള ഒരു അഭിമാനം എനിക്കുണ്ട്. എന്തായാലും ഇത്രയും നേരം സംസാരിച്ചതിൽ സന്തോഷം. നമുക്ക് വലിയ ഉത്തരവാദിത്തങ്ങൾ തേടിയെത്തട്ടെ. വീണ്ടിരിക്കാം. താങ്ക് യു.